റിപ്പോർട്ടർ SIT ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമലയിലെ ദ്വാരപാലകരുടെ വിഗ്രഹത്തിൽ പൊതിഞ്ഞത് ചെമ്പുപാളിയല്ല, സ്വർണം തന്നെയായിരുന്നു എന്ന നിർണായക വെളിപ്പെടുത്തലുമായി അന്നത്തെ ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ. മഹസറിൽ എങ്ങനെ ചെമ്പായി എന്ന കാര്യം തനിക്കറിയില്ലെന്നും മുഖ്യ ചുമതല വഹിക്കേണ്ട തിരുവാഭരണം കമ്മീഷണർ സ്വർണ്ണപ്പാളി നീക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ SIT ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്. രണ്ട് ദിവസമല്ല, ഒരൊറ്റ ദിവസമാണ് 14 പാളികളും പൊളിച്ചെടുത്തത്. എന്തുകൊണ്ടാണ് മഹസറിൽ 2 ദിവസമെന്ന് രേഖപ്പെടുത്തിയത് എന്ന് അറിയില്ലെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്ത മഹസറിൽ ഒപ്പുവെക്കുകയും സ്വർണ്ണപ്പാളി പൊളിക്കാൻ ചുമതലയും ഉണ്ടായിരുന്ന ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദുമായി സംസാരിച്ചു. കേൾക്കാം. അത് ചെമ്പുപാളികളല്ല, സ്വർണ്ണപ്പാളികൾ തന്നെയാണെന്ന് അന്ന് മഹസറിൽ ഒപ്പുവെച്ച ശബരിമലയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ പറയുന്നു. കേൾക്കൂ. നമ്മുടെ ഈ തിരുവാഭരണം കമ്മീഷണർ അതിൽ പങ്കെടുത്തു എന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹസറിൽ. പക്ഷെ തിരുവാഭരണം കമ്മീഷണർ അതിൽ ഒപ്പിട്ടില്ല. ഈ ബൈജു സാറാണ് വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതേപോലെയാണ് സാറേ സ്മിത്തിന്റെ കാര്യവും. ദേവസ്വം സ്മിത്ത് ആണല്ലോ ഇത് തൂക്കി അളക്കൊക്കെ വേണ്ടത്. അവരും പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് മഹസറിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ഒപ്പില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇവരെല്ലാവരും ഭംഗിയായി ഒപ്പിട്ടിട്ടുണ്ട് ഇതിനകത്ത്. അത് അന്ന് എന്താ സംഭവിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ സാറേ? അന്ന് അത് ക്യാമറയിലൊക്കെ പകർത്തിയിരുന്നോ സാറേ? അന്ന് ക്യാമറയിൽ പകർത്തിയിരുന്നോ? അന്ന് ഈ പൊളിച്ചു കൊണ്ടുപോകുമ്പോ ക്യാമറ വീഡിയോ ഉണ്ടോന്ന് അറിയില്ല. ഫോട്ടോ കാണാൻ സാധ്യതയുണ്ട്. ഫോട്ടോ ഉണ്ടാവും അല്ലേ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് ഈ പറയുന്ന ഉദ്യോഗസ്ഥർ, ഇപ്പൊ ഒപ്പിട്ട ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? അതിനെ കുറിച്ച് ഓർമ്മയുണ്ടോ സാറേ? 19 എനിക്ക് അതിനകത്ത് ഒരു വ്യക്തതയില്ല. അല്ലെ? ഇവര് സ്വാഭാവികമായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒപ്പ് വെക്കണ്ടല്ലേ? മഹസർ എന്ന് പറയുന്നത് അതാണല്ലോ ശരിക്കും. തിരുവാഭരണം കമ്മീഷണർ മുതൽ ഉള്ളവര് മഹസറിനകത്ത് ഒപ്പ് വെക്കേണ്ടതാണ്. കാര്യം അദ്ദേഹത്തിന്റെ ചുമതല ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഉത്തരവിന്റെ വിരുദ്ധമായിട്ടല്ലേ അത് ചെയ്തത്? പുള്ളി ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ഇല്ലാന്നല്ലേ? പക്ഷെ മഹസർ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലേ സാറേ എഴുതുക? അവരുടെ ഓഫീസിലാണോ എഴുതുക? അല്ല ഓഫീസർ തന്നെ നേരിട്ടാണോ എഴുതുന്ന മഹസർ ഇത്തരം സംഭവങ്ങളുടെ? ഞാന് മരാമത്തിലെ എനിക്ക് നമ്മുടെ ഈ ദേവസ്വത്തിലെ ഡീലിങ്സിനകത്ത് എനിക്കൊരു പിടിപാട് കുറവുണ്ട് അതിനകത്ത്. അല്ല സാറിന്റെ പേര് അതിനകത്തുണ്ടല്ലോ, ഒപ്പിട്ടിട്ടുണ്ടല്ലോ സാറും? ഉണ്ട് തീർച്ചയായിട്ടും. എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മറ്റേതിനകത്ത് തൂക്കം നോക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. തൂക്കം നോക്കിയതിനകത്തുണ്ടായിരുന്നു. മഹസർ പിന്നാണ് തയ്യാറാക്കിയത്. ഞാൻ അതിനകത്ത് ഒപ്പ് ഇട്ടിട്ടുണ്ട്. മഹസർ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണോ തയ്യാറാക്കിയത്? സ്പോട്ടിൽ നിന്നല്ലേ? അതെ, മഹസർ പിന്നീടാണ് തയ്യാറാക്കിയത്. അന്നത്തെ ദിവസം തന്നെ ഓരോ പോർഷനായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? പക്ഷെ സാറേ അതിൽ ഈ ചെമ്പ് തകിട് എന്നാണല്ലോ സാറേ രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹസറിലും. ചെമ്പ് തകിടായിരുന്നോ? അപ്പൊ അത് മല്യ പൂശിയതപ്പോ അവിടെ സ്വർണ്ണമായിട്ടാണല്ലോ മുമ്പുള്ള വിഷ്വലെല്ലാം നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് സാറേ. അതിനകത്ത് എനിക്കൊരു വ്യക്തതയില്ല. അതിനകത്ത് എന്തുകൊണ്ടാണെന്നുള്ളത്. അത് സ്വർണം പൂശിയതായിരുന്നു എന്ന് തന്നെയാണ് എന്റെ ഒരു ബോധ്യം. ഓക്കെ. അത് പക്ഷെ പിന്നീട് ഇതായി മാറുന്നു. ഈ നമ്മൾ ഇത് നോക്കുമ്പോൾ മഹസർ എന്താണെന്ന് എനിക്കറിയില്ല. മറ്റേ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ പറയും ഞാൻ ഇപ്പോഴും സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പരിമിതികളുണ്ട്. മനസ്സിലായി സാറേ, മനസ്സിലായി. ഒറ്റൊരു സംശയം ചോദിച്ചോട്ടെ. അപ്പൊ ഈ മഹസർ തയ്യാറാക്കുന്നത് സ്പോട്ടിൽ നിന്നല്ലാന്നാണോ പറയുന്നത്? അതിന് ശേഷമാണോ തയ്യാറാക്കിയത്? മഹസർ നമ്മൾ തയ്യാറാക്കുമ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമ്മൾ അതിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് എടുക്കും. ഓരോന്ന് എടുക്കുമ്പോ തന്നെ നമ്മൾ തൂക്കും. എപ്പോഴാ ഇളക്കുന്ന പോർഷനിൽ തന്നെ നമ്മൾ തൂക്കുവേ. തൂത്ത് കഴിയുമ്പോൾ തൂക്കി നോക്കും. പിന്നെ തൂക്കി നോക്കി കഴിഞ്ഞിട്ട് പിന്നെ മഹസർ തയ്യാറാക്കി വരുമ്പോൾ നമ്മൾ ആ തൂക്കം മാത്രമേ യഥാർത്ഥത്തിൽ നോക്കത്തുള്ളൂ. പിന്നെ കാര്യം അതിൽ തന്നെ എനിക്ക് മുകളിൽ തന്നെ ഏതാണ്ട് ഒരു 5ലധികം ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഇവരുടെ ഒപ്പില്ലാതിരിക്കാന്ന് സാർ ഓർക്കുന്നുണ്ടോ? തിരുവാഭരണം കമ്മീഷൻ അവിടെ ഉണ്ടായിരുന്നോ? ബൈജു സാർ ഉണ്ടായിരുന്നോ സ്പോട്ടിൽ? ബൈജു സാർ ഇല്ലായിരുന്നു കേട്ടോ. ബൈജു സാർ ഇല്ലായിരുന്നു അല്ലേ? ഇല്ലായിരുന്നു, ബൈജു സാർ ഇല്ലായിരുന്നു. മറ്റേത് ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ആ സമയത്ത് ഇത് തൂക്കി അളന്ന് എഴുതി കൊടുക്കുന്നത് സാറാണോ? തൂക്കി അളന്ന് എഴുതിയതിനകത്തല്ല, തൂക്കി അളന്നെടുത്തതിന് ഞാൻ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ സാറേ അതിലുള്ള ഈ സ്വാഭാവികമായിട്ട് അവിടെ ഗോൾഡിന്റെ ക്ലാഡിംഗ് ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഉൾപ്പെടെ പറഞ്ഞാണല്ലോ. അപ്പൊ ആ ക്ലാഡിങ്ങിന്റെ അളവ് നമ്മൾ അതിൽ രേഖപ്പെടുത്തിയോ? സാർ രേഖപ്പെടുത്തിയോ?
അങ്ങനെ ക്ലാഡിങ്ങിന്റെ അതിനകത്തൊന്നും സെപ്പറേറ്റ് രേഖപ്പെടുത്താൻ പറ്റില്ലല്ലോ. പറ്റില്ല അല്ലെ? പക്ഷെ അതിൽ ചെമ്പ് തകിട് എന്ന് മാത്രം എഴുതിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കാരണവശാലും അതിനകത്ത് പൂച്ചതിന്റെയോ ക്ലാഡിങ്ങിന്റെയോ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് രേഖപ്പെടുത്താൻ അങ്ങനെ ഒരു മാർഗമൊന്നുമില്ല. ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്തായാലും പിന്നെ സ്വർണം പാകിയ പിന്നെ ചെമ്പ് എന്നെങ്കിലും അതിൽ എഴുതണ്ടേ? ഇത് ചെമ്പ് തകിട് എന്ന് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. അത് 2 ദിവസം, അതെ, ജൂലൈ 19 ജൂലൈ 20 2 ദിവസമായിട്ടാണല്ലോ 12+2 എടുക്കുന്നത്. ആ 2 ദിവസം അല്ല, പക്ഷെ മഹസറിൽ 2 ദിവസമായിട്ടുള്ളത്. ജൂലൈ 19 2019 ജൂലൈ 19 2019 ജൂലൈ 20 മഹസർ ഉള്ളത്. 19 12 എന്താണെന്നുള്ള ഒരു വ്യക്തത എനിക്കില്ല. ഓ, അതിലും പക്ഷെ രണ്ടാമത്തേലും സാർ ഒപ്പിട്ടിട്ട് കാണുന്നുണ്ട്. ഉണ്ട്. രണ്ടും ഒരേ ദിവസം തന്നെ നടന്ന സംഭവമാണ്. ഒരേ ദിവസമാണ് ഇളക്കിയത്. എന്തുകൊണ്ടാണ് രണ്ടാക്കി എത്തിയെന്നുള്ളതിനെ പറ്റി എനിക്കൊരു വ്യക്തത ഇല്ല അതിനകത്ത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിക്കുന്നത്. അത് ചെമ്പുപാളികളാണോ സ്വർണ്ണപ്പാളികളാണോ എന്ന് സംശയം നിൽക്കുന്നതിനിടയിൽ ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ മഹസറിൽ അത് ചെമ്പുപാളികളാണെന്ന് കാണുമ്പോൾ ആ മഹസറിൽ ഒപ്പിട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ പറയുന്നു, തന്റെ ബോധ്യമെന്ന് പറയുന്നത് ആ ചെമ്പുപാളികളായിരുന്നില്ലെന്നും അതിൽ സ്വർണം പൂശിയ ചെമ്പുപാളികളായിരുന്നു എന്നുമാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ വെളിപ്പെടുത്തുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം, ആ സ്ഥലത്ത് സംഭവ സമയത്ത് ഉണ്ടാകേണ്ട ദേവസ്വത്തിന്റെ തിരുവാഭരണ കമ്മീഷണർ ആ ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ, ദേവസ്വം നിയോഗിച്ച സ്മിത്തിന്റെയും അസാന്നിധ്യത്തിലാണ് ഈ പാളികൾ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നത്. പാളികൾ അടർത്തിയെടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവേണ്ട 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. 2, ആ ദ്വാരപാലക ശില്പപാളിയിൽ ചെമ്പായിരുന്നില്ല, ചെമ്പിൽ പൊതിഞ്ഞ സ്വർണമായിരുന്നു എന്നത് ബോധ്യമുണ്ടെന്ന് പറയുന്നതും ആ മഹസറിൽ ഒപ്പുവെച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഒരു ദിവസം തയ്യാറാക്കേണ്ട മഹസർ എന്തുകൊണ്ട് 2 ദിവസം എടുത്തു? മഹസർ തയ്യാറാക്കുമ്പോൾ സ്ഥലത്തുണ്ടാകേണ്ട തിരുവാഭരണം കമ്മീഷണർ എന്തുകൊണ്ട് ആ സ്ഥലത്തുണ്ടായിരുന്നില്ല? ടി വി പ്രസാദ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി വന്നേ മതിയാകൂ, അല്ലേ? ഉറപ്പായും അടിമുടി ദുരൂഹതയാണ് എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്നത് സ്വർണം പൊതിഞ്ഞ ചെമ്പാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും ചുമതലയുള്ള ആളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന അരുൺ. 2019 ജൂലൈ മാസം 19 തീയതിയും 20 തീയതിയും ആദ്യ ദിവസം 12 രണ്ടാം ദിവസം 2 ആ പാളികൾ അവിടെ നിന്ന് മാറ്റി എന്നാണ് മഹസറിലുള്ളതെങ്കിലും അങ്ങനെ 2 ദിവസം അത് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അന്ന് ചുമതലയിലുണ്ടായിരുന്ന കഴിഞ്ഞ 25 വർഷമായി ശബരിമലയിലെ ദേവസ്വം അസിസ്റ്റന്റ് എഞ്ചിനീയറായ സുനിൽ പറയുന്നത്. സുനിൽ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സുനിലിന് അതിൽ ചുമതലയുണ്ട്. കാരണം അളവും തൂക്കവും എടുക്കാൻ വേണ്ടി സുനിലിനോടാണ് പറഞ്ഞത്. സുനിൽ അത് ബോധ്യപ്പെട്ടു എന്ന് കൃത്യമായി പറയുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനാണ് അരുൺ ഒരൊറ്റ ദിവസം കൊണ്ട് നടപടികൾ പൂർത്തിയാക്കിയത് 2 ദിവസത്തെ മഹസറാക്കി എഴുതിയത്? തീർന്നില്ല അരുൺ. 2019 ജൂലൈ മാസം 5 തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കുന്നത്. ആ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്, തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഈ 14 പാളികൾ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടത്. ആ തിരുവാഭരണം കമ്മീഷണറാണ്, അവരില്ലാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ സാഹചര്യം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏത് ഉദ്യോഗസ്ഥനെയാണോ ചുമതലപ്പെടുത്തിയത് ആ ഉദ്യോഗസ്ഥൻ ഇല്ലാതെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോയി. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം മഹസറിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പിന് പകരം ചെമ്പ് മാത്രമായി മാറിയത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അരുൺ, മഹസർ തെറ്റാണ്, മഹസർ കെട്ടിച്ചമച്ചതാണ്, മഹസറിൽ ഗുരുതരമായ ചട്ടലംഘനം നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യ ഭാഗത്ത് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ സംസാരിക്കുന്നത് പോലെ മഹസർ പിന്നീടാണ് തയ്യാറാക്കിയത് എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടി വരും. കാരണം മഹസറിന്റെ തുടക്കത്തിൽ വ്യക്തമായി പറയുന്നു, തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലും ദേവസ്വം സ്മിത്തിന്റെ സാന്നിധ്യത്തിലും നമ്മൾ ഈ പറയുന്ന മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലുമാണ് ഇതവിടെ നിന്ന് പൊളിച്ചു മാറ്റി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്ന്. അതേ മിനിറ്റ്സിൽ തന്നെയാണ് ഈ പറയുന്ന തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും ഒപ്പിടാത്തത്. അതിലാണ് കൂടുതൽ വ്യക്തത വരുന്നത്. അന്ന് ചുമതലയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ പറയുന്നു, തിരുവാഭരണം കമ്മീഷണർ അവിടെ ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം അരുൺ, ഇതിനെല്ലാം ചുമതലപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ആ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ചുമതല. എക്സിക്യൂട്ടീവ് ഓഫീസർ അന്ന് തിരുവാഭരണം കമ്മീഷണറെ അറിയിക്കണമായിരുന്നു, ഇന്നാണ് പൊളിക്കുന്നതെന്ന്, നിങ്ങൾ പങ്കെടുക്കണമെന്ന്. അതല്ലെങ്കിൽ
തിരുവാഭരണം കമ്മീഷണർ ആ ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോട് ചോദിക്കണമായിരുന്നു ഇതെന്നാണ് പൊളിച്ചു മാറ്റുന്നതെന്ന്. അത് രണ്ടും ഉണ്ടായില്ല. അതിന്റെ അർത്ഥം ദേവസ്വം ബോർഡിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിൽ അട്ടിമറി നടത്തി എന്നതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അരുൺ, ഇത് ചെറിയ കളിയല്ല. ഇത് ശബരിമലയിലെ അയ്യപ്പ വിശ്വാസികളെ ആകെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. 1998 വിജയ് മല്യ പതിച്ച സ്വർണം കാണാതാകുന്ന രീതിയിലേക്ക് മഹസർ മാറുന്നു, ഉദ്യോഗസ്ഥരുടെ ഒത്താശ മാറുന്നു. അതിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരനായ തട്ടിപ്പുകാരൻ വരുന്നു. എല്ലാവരും ചേർന്നുകൊണ്ട് ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റി. അവിടെ സ്വർണമില്ല എന്നും പകരം അത് ചെമ്പാണ് എന്നും എഴുതി ചേർക്കാനുള്ള ധൈര്യം ദേവസ്വം ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഓഡിയോ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആയത് എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. ഇതിലേറ്റവും ആധികാരികമായൊരു മൊഴി നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഒരു രേഖയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, പൊതുമരാമത്ത് രേഖയിലുണ്ടെന്ന് പറയുന്നു എന്ന് മാത്രമേ നമുക്കറിയൂ. നമ്മൾ ഇതുവരെ ഒരു രേഖയിലും ആധികാരികമായി അത് സ്വർണ്ണപ്പാളിയാണെന്ന് കണ്ടിട്ടില്ല. ഇത് നേരിട്ട് പരിശോധിച്ച ഒരു ഉദ്യോഗസ്ഥനും അത് സ്വർണ്ണപ്പാളിയാണ് എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ പൊതുമരാമത്ത് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ ഈ മഹസറിൽ ഒപ്പിടുമ്പോൾ 2019 അതിന് സാക്ഷ്യം വഹിച്ച ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴിയാണ് ഇത്. നമുക്ക് ഇതുവരെ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വിശ്വസനീയമായ മൊഴിയായിട്ട് പറയാം, അല്ലെ ടി വി പ്രസാദ്? മറ്റൊന്നും തന്നെ ഇത്രത്തോളം ആധികാരികമായ മൊഴി ഇതുവരെയും നമ്മുടെ മുന്നിലില്ല. അത് തന്നെയാണ് അരുൺ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് ആരും ഇതുവരെ ഒഫീഷ്യലായി ഒരാൾ പോലും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ദ്വാരപാലക വിഗ്രഹത്തെ പൊതിഞ്ഞിട്ടുള്ളത് ചെമ്പുപാളികളാണ്, അന്ന് കൊടുത്തയച്ചത് ചെമ്പുപാളികളാണ് എന്ന കാര്യവും ക്ഷമിക്കണം, അവിടെ സ്വർണ്ണപ്പാളികൾ ഉണ്ടായിരുന്നു എന്ന കാര്യം ഒരു ഘട്ടത്തിൽ പോലും ആരും സ്ഥിരീകരിച്ചിരുന്നില്ല. ആ ഒരു സ്ഥിരീകരണമാണ് അരുൺ ഈ പറയുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയറിലൂടെ വരുന്നത്. അത് ചെമ്പല്ല സ്വർണമാണ് എന്ന ബോധ്യം മാത്രമല്ല, അവിടെ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യമില്ലായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ്, ആധികാരികമായ മൊഴിയാണ് പ്രേക്ഷകർ കേട്ടത്. മഹസറിൽ ഒപ്പിട്ട ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ശബ്ദമാണ് പ്രേക്ഷകർ കേട്ടത്. ഇത് സംശയം വേണ്ടല്ലോ, അത് ചെമ്പുപാളി അല്ലല്ലോ, സ്വർണ്ണപ്പാളി തന്നെയല്ലേ? ആണ്.